ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത പഠനത്തിലെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. സൂതൻ തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്ന ശ്ലോകങ്ങളാണ്. കഴിഞ്ഞ 2-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു 2-3 ശ്ലോകങ്ങളെല്ലാം ഗുരുവിനെ, തൻ്റെ ഗുരുനാഥനെ വന്ദിക്കുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3, അധ്യായം 2. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഒന്നുകൂടി നോക്കാം. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. യസ്യ അനുഭവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം തമഃ അന്ധം അതിതിതീർഷതാം സംസാരിണാം കരുണയാ പുരാണഗുഹ്യം ആഹ തം മുനീനാം ഗുരും വ്യാസസൂനും ഉപയാമി. ഒന്നുകൂടി അന്വയം നോക്കാം. യസ്യ അനുഭവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം തമഃ അന്ധം അതിതിതീർഷതാം സംസാരിണാം കരുണയാ പുരാണഗുഹ്യം ആഹ തം മുനീനാം ഗുരും വ്യാസസൂനും ഉപയാമി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. യസ്യ സ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമഃ അന്ധം സംസാരിണാം കരുണയാ ആഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഒന്നുകൂടി നോക്കാം. യസ്യ സ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമഃ അന്ധം സംസാരിണാം കരുണയാ ആഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. യസ്യ ആരുടേത്, സ്വാനുഭാവം സ്വന്തം ആത്മാനുഭാവം, അഖിലശ്രുതിസാരം എല്ലാ വേദശാസ്ത്രങ്ങളുടെ സാരം, ഏകം ഒന്നായ, അധ്യാത്മദീപം ആത്മജ്ഞാനത്തിൻ്റെ ദീപം, അതിതിതീർഷതാം കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി, തമഃ അജ്ഞാനം, അന്ധം അന്ധകാരം, സംസാരിണാം സംസാരം അനുഭവിക്കുന്നവരുടെ, കരുണയാ കരുണയോടെ, ആഹ പ്രസ്താവിച്ചു ഉപദേശിച്ചു, പുരാണഗുഹ്യം പുരാണങ്ങളുടെ ഗൂഢാർത്ഥം, തം ആ മഹാനെ വ്യാസസൂനും വേദവ്യാസപുത്രനായ ശ്രീശുകനെ ഉപയാമി ഞാൻ ശരണം പ്രാപിക്കുന്നു, ഗുരും ഗുരുവിനെ, മുനീനാം മുനിമാരുടെ ഗുരുവായിരിക്കുന്ന വേദവ്യാസപുത്രനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു, ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. സ്വന്തമായ ആത്മാനുഭവത്തിലൂടെ വേദശാസ്ത്രങ്ങളുടെ പരമസാരം വെളിപ്പെടുത്തി സംസാരജീവികളുടെ അജ്ഞാന അന്ധകാരത്തെ കടക്കാൻ ആത്മജ്ഞാന ദീപമായി ഭാഗവത പുരാണത്തിൻ്റെ ഗൂഢാർത്ഥം കരുണയോടെ ഉപദേശിച്ച മുനിമാരുടെ ഗുരുവായ വേദവ്യാസപുത്രൻ ശ്രീശുക ബ്രഹ്മർഷിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കയറി എല്ലാ ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കും. മുൻപത്തെ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ കയറി എല്ലാ വീഡിയോകളും ഒന്ന് കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.